ഹായ് ഹലോ ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഗ്രീൻ പീസ് കൊണ്ട് ഒരു വൈറ്റ് കുറുമയാണ്. ഈ കുറുമയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ സാറിന്? ഈ കുറുമയുടെ പ്രത്യേകത ഇത് ലിസ്ബിയുടെ ഒരു കുറുമയാണ്. ലിസ്ബിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രീൻ പീസ്. എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കൊണ്ട് മറ്റ് മുളക് പൊടിയും അങ്ങനെ കിട്ടില്ല ചെയ്ത്. ഇപ്പൊ വൈറ്റ് കുറുമ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ചോറിനൊന്നും മാച്ച് ആവില്ല എന്ന്. പക്ഷെ ചോറിനും ചപ്പാത്തിക്കും നാണിനും പൂരിക്കും അങ്ങനെയുള്ള ഐറ്റംസിനും എല്ലാതും മാച്ച് ആവണ ഒരു കുറുമയാണ്. അപ്പോ ഇത് നമ്മൾ സാധാരണ വീട്ടമ്മമാര് പലപ്പോഴും പല പരീക്ഷണങ്ങളും നടത്തില്ല. അങ്ങനെ ഞാനൊക്കെ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വീഡിയോ ലൈക്ക് അടിക്കണം. എല്ലാ വീഡിയോസും കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചുവിട്ടാണ് നേരത്തെ തന്നെ. 2 ടേബിൾ സ്പൂൺ മതി. ഒരുപാട് ഓയിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു ഇതല്ല, അത് ചൂടാവുന്നുണ്ട്. നമ്മളിവിടെ കുറച്ച് മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബേ ലീഫ്, പിന്നെ കറുവാപ്പട്ട അല്ല അത് കറിയാമ്പൂ, ഇത് തക്കോലം, അതന്നെ. പിന്നെ അത് പറയും കറുവാപ്പട്ട, അത് സിനമൺ സ്റ്റിക്സ്, പിന്നെ പെരിഞ്ചീരകം ഉണ്ട്, കാർഡമണ്ട്, അതായത് ഏലക്കായ. ഇതെല്ലാം ഒന്ന് നമ്മൾ ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഒന്നൊരു 30 സെക്കൻഡ്സ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സവാള, പച്ചമുളക്. സവാള ഞാനൊരു 2 മീഡിയം സൈസ് സവാളയാണ്. പിന്നെ 2 പച്ചമുളക്, 2 പച്ചമുളകല്ല, ഒരു 7 പച്ചമുളകുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിന്റെ എരിവാണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. മറ്റേ മുളകൊന്നും നമ്മൾ ഇടുന്നില്ല, ചേർക്കില്ല. കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടിയാണ്. രീതി എടുക്കാന്ന് പറയാണ്ട് കൂട്ടാനോട് എത്തിക്കുക. അല്ല, അത് നമ്മള് കുറച്ചൊക്കെ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് സംഭവം. ഞാനിതെല്ലാം പ്രിപ്പയർ അല്ല, എല്ലാതും ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പാണ് ശരിക്കും പണി ചെയ്യാൻ. നാളികേരപ്പാല് വരെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ല, നല്ലതല്ലേ, എനിക്കിഷ്ടം. പക്ഷെ ഞാൻ പറയട്ടെ, നാളികേരപ്പാല് വരെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് കൂട്ടുന്നതിന്റെ ഒരു രസം മനസ്സിലാവാലോ. അതെ, പുൻസേട്ടൻ ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 10-15 കാഷ്യൂസും കുറച്ച് കസ്കസില്ലേ, നമ്മുടെ മസാലയിലത്തെ കസ്കസ്, അത് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. എടുത്തു വെച്ചതേ അത് ഞാൻ കാഷ്യൂ ഞാൻ കുതിർത്തിയിട്ടിട്ടുണ്ട്. കസ്കസും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരയ്ക്കാൻ പോവാം. ഞാനേ ഇത് അരച്ചിട്ട് വരാം. ഞാൻ കാണിച്ചു തന്നില്ലേ, ഇത് മിക്സിയുടെ. അയ്യോ, അതിന്റെ കപ്പൊടി ഉണ്ട്. അല്ല, ഒരു സ്വല്പം ഒന്ന് അടിച്ചെടുത്തിട്ട് ഇത്തിരി നാളികേരപ്പാല്, 2-ാം പാലുണ്ട് ഇവിടെ, അതും കൂടി ഞാൻ ചേർത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടില്ല കേട്ടോ. അരച്ചിട്ട് വരെ നമ്മളിത് അരച്ച് കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ കാഷ്യൂ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇടാം. പോരണത് പോന്നാൽ മതി. നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇടാം. മതി, നാളികേരപ്പാൽ ഒഴിക്കാം. പിന്നെ
അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഗ്രീൻ പീസ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് പാകത്തിന് വേവിച്ച് വെച്ചു. അതൊക്കെ ഞാൻ ഈ നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്നെ ഭർത്താനായിട്ട് നേരം പോണു എന്ന് പറയുന്ന കാര്യം, അത് ഞാൻ നേരം കളയണ്ടല്ലോ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ ഗ്രീൻ പീസ് വേവിച്ചു. അതല്ല, ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടാ, ഉണക്ക ഗ്രീൻ പീസാണ്, അപ്പോൾ വെള്ളത്തിലിട്ട് വേവിച്ചു. പിന്നെ ചീത്ത പറയാലേ, പിന്നെ ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് അതും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പീൽ ചെയ്ത് അത്ര ഈസി ആക്കി കൊടുത്തിട്ടുണ്ട് പരിപാടി. ഇതൊക്കെ സെറ്റ് ചെയ്യല വേണ്ടു, എളുപ്പല്ല. ആദ്യം ഇടാൻ പോണത് പൊട്ടറ്റോ വീഡിയോ എടുക്കാം. ഒരു വലിയ പൊട്ടറ്റോ ആണ്, ഒന്ന് വഴറ്റിക്കോ. വലിയ പൊട്ടറ്റോ അത് ഇതാണ് പേസ്റ്റാണ്, നമ്മുടെ കാഷ്യൂനട്ടിന്റെ പേസ്റ്റാണ്. ഇങ്ങനെ ചെറുതായിട്ട്, നമ്മൾ അധികം എണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ. ഇനി നമുക്ക് അത് കുഴപ്പമില്ല, അതിങ്ങനെ ചെറുതായി അടിയിൽ പിടിക്കണില്ല, പക്ഷെ ജസ്റ്റ് പിടിക്കും. അത് എണ്ണ അധികം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കേട്ടോ, ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയന്റ് ഈ ഡിഷിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അതെ, ഈ നാളികേരം ഞാനൊരു 3/4 നാളികേരം എടുത്തിട്ടുണ്ട്. അതായത് ഒരു മുറിയും പിന്നെ ഒരു മുറിയുടെ, അത് ചെറിയ നാളികേരത്തിൻ്റെ കേട്ടോ, ഒരു മുറിയുടെ പകുതി, അതായത് 3/4 നാളികേരം എടുത്തിട്ട് നാളികേരപ്പാല് പിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം പാല് ഒരു 3 കപ്പോളം രണ്ടാം പാല് വരും. ഇനി പോരായി ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. പിന്നെ ഒന്നാം പാല് ഒരു 1/2 കപ്പ് അതും കൂടി എടുത്തിട്ട് ഞാൻ ഈ കാഷ്യൂനട്ടിൻ്റെ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ കൈ കൊണ്ടാക്കി തരാം. അതുകൊണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. ഒന്ന് എന്ന് വെച്ചാൽ ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ, നല്ല ഇത്തിരി തിക്നെസ്സൊക്കെ കിട്ടണം. അല്ല, ഓൾറെഡി നമ്മൾ പൊട്ടറ്റോ ഇതായതുകൊണ്ട് അത്യാവശ്യം തിക്നെസ്സൊക്കെ വരും. എന്നാൽ ഇത് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാഷ്യൂസ്. അപ്പോൾ അത് ഒരു തരി പോലും വേസ്റ്റ് ആക്കണ്ട. അതെ, പ്രഷ്യസുമാണ്. പിന്നെ എല്ലാവരും വീട്ടിലിപ്പോൾ എല്ലാവരും വാങ്ങിച്ചു വെക്കുന്ന എല്ലാത്തിനും പായസത്തിലിടാനൊക്കെ വാങ്ങിച്ചു വെക്കുന്ന കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനിത് ആദ്യം ഒഴിക്കാം കേട്ടോ. നമുക്ക് ഞായറാഴ്ച പായസം ഉണ്ടാക്കാം. ഞാനത് ഇവർക്ക് ഇതാണ് പാലട ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾ ഊട്ടി പോയ കാരണം പാലട വാങ്ങി കൊണ്ടുപോയി, ബാക്കി കുറച്ച് കറികൾ ഉണ്ടാക്കി കൊണ്ടുപോയി. നാളെ പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ ഇപ്പം നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് തിളച്ചും വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉപ്പിട്ടിട്ടാണ് ഗ്രീൻ പീസൊക്കെ വേവിച്ചത്. ഇനി പോരായി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ഈ ഗ്രേവിയിലേക്ക് ഉപ്പ് ആവശ്യം വരും, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. സ്വല്പം ഉപ്പ് ആഡ് ചെയ്യണ്ടേ. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ അതെ, നമ്മള് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്നുവെച്ചാൽ ഓൺ ദ സ്പോട്ട് സംസാരിക്കുക. എന്താ പറയാ, വോയിസ് ഓവർ ഇല്ല, എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നിങ്ങളെ ബോറടിപ്പിക്കാണ്ടിരിക്കാൻ കുറച്ച് ഇപ്പൊ പറയും ബോറടിങ്ങാന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ രീതിയിൽ അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല രീതിയിലും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇല്ലേ. 4.5 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. തുടക്കം തൊട്ടേ നിങ്ങൾക്ക് ആ വീഡിയോന്റെ ആ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും. ഓരോ രീതികളിൽ, അതായത് ആദ്യം കുറെ സംസാരിച്ചിട്ട് പിന്നെ ഇടയിൽ സംസാരിക്കുന്നത് കട്ട് ചെയ്ത് 3 മിനിറ്റ് 4 മിനിറ്റ് ആക്കിയിട്ട് അങ്ങനെ ഫാസ്റ്റ് ആക്കിയിട്ട്, അപ്പോഴും അതിനൊരു കുറച്ചു പേർക്ക് അത് ഇതാണ് വേഗം കഴിയുന്നുള്ളൊരിത്. പിന്നെ ഞാൻ കുറച്ച് എന്റർടൈൻമെന്റ്, അതായത് കുറച്ച് ഇടയിൽ കുറച്ച് ചലഞ്ചസ്, അതുപോലെ എക്സസൈസ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ പല ടിപ്സ് ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ എന്ന് വെച്ചാൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ് ആയി എനിക്കൊരു 4.5 വർഷം 5 വർഷം അവനെ പോണത് അത്രയും അതെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പൊ പുതിയത് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഇത് കേൾക്കുമ്പോ ചിലപ്പോ ബോറടിക്കുണ്ടാവാം, അറിയില്ല. അത് ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കറി നല്ല കറിയായിരിക്കും എന്തായാലും നമ്മള് ഇവിടെ ഉണ്ടാക്കണ കറി. സംസാരം താല്പര്യമില്ലാത്തവര് ഈ കറിയുടെ മാത്രം കാണാം. അത് സ്കിപ്പ് ചെയ്ത് നമുക്ക് യൂട്യൂബ് എല്ലാ ഇതും നമുക്ക് എല്ലാം തരുന്നുണ്ട്. നമുക്ക് എല്ലാം അപ്പൊ ഒരുപാട് ഇഷ്ടം അതുപോലെ നമുക്ക് അല്ല ഒരുപാട്. പിന്നെ അത് ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾ ഇപ്പൊ ഒരു 3-4 എപ്പിസോഡിന് മുമ്പ് തൊട്ടുള്ള ഒരുമാതിരി എപ്പിസോഡ്സിലൊക്കെ നമ്മൾ വേഗം ഫാസ്റ്റ് ആക്കി കാണിക്കലും ഇങ്ങനെ എല്ലാ ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കലൊക്കെ തന്നെയായിരുന്നു. അപ്പൊ എന്നിട്ടും അതിന് വലിയ പ്രത്യേകത വെച്ചാല് ഉണ്ട്, ഇഷ്ടമുള്ളവർ അത് വന്ന് കാണുന്നുണ്ട്. എന്നാലും ഇതും എന്താ പറയാ നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കും ബോറടിക്കാണ്. പറഞ്ഞു വന്ന കാര്യം വെച്ചാല് ഒരു 2-3 ആഴ്ച മുമ്പ് ഇറങ്ങിയ വീഡിയോയില് ഒരു തെറ്റ് പറ്റി. ഉരുളം കഴിഞ്ഞ കുമ്പളങ്ങാന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ തുടക്കം തൊട്ട് ഞാൻ പൊട്ടറ്റോ ഇതൊന്നും ഞാൻ പറഞ്ഞത്. പക്ഷെ ആള് മാക്സിമം ആളുടെ ചാനലിലെ ആള് തെറ്റ് കുറ്റങ്ങളൊന്നും ഇല്ലാണ്ട് ഇടണമെന്ന് ആഗ്രഹക്കാരിയാണ്. എനിക്ക് അങ്ങനെയല്ല, ഞാൻ തെറ്റ് വന്നത് തെറ്റ്, ഞാൻ അത്ര വലിയ സംഭവമൊന്നുമില്ല. അല്ല ഞാൻ സംഭവമായിട്ടല്ല ശ്രദ്ധിക്കുന്നതുകൊണ്ട് അല്ല സംഭവമായിട്ടല്ല. അല്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞത് ഈ പരിപ്പും നമ്മൾ സാധാരണ പരിപ്പും കുമ്പളങ്ങ കറി വെക്കില്ലേ, അപ്പൊ എപ്പോഴും വായിൽ വരാതാ. പക്ഷെ നമ്മളൊരു സ്പെഷ്യൽ കറിയാണ് അന്ന് ഉണ്ടാക്കിയത്. പരിപ്പും കിഴങ്ങും കൂടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറി. അത് എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാക്കാറുള്ള കറിയാണ്. പക്ഷെ അത് ഇങ്ങനെ കുക്കർ തുറന്നു പെട്ടെന്ന് നമ്മൾ എന്താ അറിയോ, കുക്കർ ഇത് ആവി പോകണ വരെയൊന്നും നമ്മൾ വീഡിയോ എടുക്കില്ല. നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ അവിടെ പോയിരിക്കും. അത് കഴിഞ്ഞ് വന്നപ്പോ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തെറ്റിപ്പോയി. അപ്പൊ അത് അല്ല അതുപോലെ വേറൊരു വീഡിയോയിലും വന്നിട്ടുണ്ട്. ക്ഷമിക്കും എന്ന് നമ്മൾ കരുതിയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നില്ല. അല്ല അത് ഞാൻ പറയണ വിഷമം അവര് പറയണം. അതിനിപ്പോ എനിക്കറിയില്ല എങ്ങനെ അവരോട്. അപ്പൊ ഇതെന്തായാലും തളക്കട്ടെ കേട്ടോ. അതുവരെ വർത്താനം പറഞ്ഞതിന് സോറി. ഇത് എന്താന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സാധനങ്ങളായതുകൊണ്ട്, അതായത് പൊട്ടറ്റോ ആയാലും ഗ്രീൻ പീസ് ആയാലും കുക്ക് ചെയ്ത് വെച്ച സാധനങ്ങളായതുകൊണ്ട് ഈ നാളികേരപ്പാല് 2ാം പാൽ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് തളിച്ചാൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് കൂടി വന്നാൽ മതി. ഞാൻ ഇടയിൽ ഉപ്പ് ചെക്ക് ചെയ്തായിരുന്നു, ഉപ്പ് കറക്റ്റ് പാകാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തൻപാല് ഒഴിച്ചു കൊടുക്കാം. തൻപാല് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇളക്കിക്കോ, ജസ്റ്റ് ഒന്ന് ഇളക്കിക്കോ, കുഴപ്പമില്ല. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കിയോ, കുഴപ്പമില്ല. അതായത് എല്ലാ ഭാഗത്തും ഒന്ന് ചൂടാവുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. ഉണ്ട് പാല് ഒഴിച്ച വഴിക്ക് ഓഫ് ചെയ്യുന്നതിൽ അത് രണ്ട് ടേസ്റ്റാണ്. അപ്പം ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുരുമുളക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. ജസ്റ്റ് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. കുരുമുളക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അല്ല ഒരു ഭംഗി കാണാൻ മതി എന്നുവെച്ചാൽ അതിന്റെ കളർ അങ്ങോട്ട്. ഇനിയാണ് നമ്മുടെ ടിപ്പ്. ഒരു ചെറുതായിട്ട് അതിൽ നമുക്ക് സ്പൂൺ എടുത്തിട്ട് ഒരു 3/4 സ്പൂൺ. അല്ല ഇത് സ്പൂണല്ല, ടേബിൾ സ്പൂണാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മതി, 1/2 ടീസ്പൂൺ മതി. അത്ര മതി നെയ്യ്. അതൊരു ടിപ്പാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷെ നിങ്ങൾ ഇത് ട്രൈ ഔട്ട് ചെയ്യും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതല്ല ഭംഗി മാത്രല്ല, നിങ്ങൾക്ക് വിരുന്നുകാരൊക്കെ വരില്ലേ, വിരുന്നുകാരൊക്കെ വരുമ്പോ അപ്പത്തിന് അതിനൊക്കെ നല്ലതാട്ടോ. എന്ന് വെച്ചാൽ സ്റ്റൂവിന്റെ ഒരു സ്റ്റൈൽ ഉണ്ട് ഇതിന്. അപ്പത്തിനായാലും മറ്റേതിനായാലും പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. അവർക്ക് എന്തായാലും അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.
കേട്ടോ.